നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദ ഹിന്ദുവിൽ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വ്യക്തത വരുത്തി മുഖ്യമന്ത്രി. പൂരത്തിൽ പ്രത്യേക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി. അലങ്കോലപ്പെടുത്തൽ വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തത് മുഖ്യമന്ത്രി. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. മലയാള സിനിമയിൽ സിനിമാ നയം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സുരേഷ് ഗോപിയുടെ ഫോട്ടോ വെച്ച് വിവാദം ഒഴിവാക്കാൻ അധികൃതർ. ജയിലുകളിൽ ജാതി വിവേചനം പാടില്ലെന്ന് സുപ്രീം കോടതി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ നവീകരിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. ദ ഹിന്ദുവിൽ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വ്യക്തത വരുത്തി മുഖ്യമന്ത്രി. ദി ഹിന്ദുവിൽ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വ്യക്തത വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. താനോ സർക്കാരോ ഒരു PR ഏജൻസിയെയും അഭിമുഖത്തിനായി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും PR പ്രവർത്തനത്തിനായി പണം ചിലവാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഹിന്ദുവിനെ പൂർണ്ണമായും തള്ളുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണം. തന്റെ ഇന്റർവ്യൂവിനോ ഹിന്ദു ആവശ്യപ്പെടുന്നുവെന്ന് പറഞ്ഞത് ആലപ്പുഴയിലെ മുൻ MLA ദേവകുമാറിന്റെ മകനാണ്. അത് തനിക്കും താല്പര്യമുള്ള കാര്യമായതുകൊണ്ട് സമ്മതിച്ചു. സമയം കുറവായിരുന്നു. 2 പേരായിരുന്നു അഭിമുഖത്തിനെത്തിയത്. ഒന്ന് ലേഖികയായിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറഞ്ഞു. ഒരു ചോദ്യം അൻവറിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ വിശദമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ വിശദമാക്കാനില്ലെന്നും പറഞ്ഞു. എന്നാൽ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചപ്പോൾ താൻ പറയാത്ത ഭാഗമുണ്ടായി. എന്റെ നിലപാടുകൾ അറിയില്ലേ? ഏതെങ്കിലും ഒരു ജില്ലയെയോ വിഭാഗത്തെയോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതി എന്റെ പൊതുപ്രവർത്തന രംഗത്ത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല, മുഖ്യമന്ത്രി പറഞ്ഞു. പൂരത്തിൽ പ്രത്യേക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി. അലങ്കോലപ്പെടുത്തൽ വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തത് മുഖ്യമന്ത്രി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ സർക്കാർ ഗൗരവകരമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമങ്ങൾ ഉണ്ടായത് ഗൗരവകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്നാണ് സമഗ്ര അന്വേഷണത്തിന് തീരുമാനിച്ചത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയെ അതിനായി ചുമതലപ്പെടുത്തി. അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബർ 23 പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ADGPയുടെ റിപ്പോർട്ട് സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കരുതാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാക്കുന്നത് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നാണ്. അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ സംഭവിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയ വിഷയമാണത്. പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം ഗൗരവമായി അന്വേഷിക്കും. ഇതാണ് മന്ത്രിസഭ ചർച്ച ചെയ്തത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് 3 തീരുമാനങ്ങൾ മന്ത്രിസഭ എടുത്തെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പൂരം അലങ്കോലമാക്കാനുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ അവിടെയുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിക്കാൻ ഇന്റലിജൻസ് ADGPയെ ചുമതലപ്പെടുത്തും. MR അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൂരത്തിൽ ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി. അത് ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. മന്ത്രിസഭ യോഗത്തിലാണ് തീരുമാനം. CPI സമ്മർദ്ദം ശക്തമാക്കിയതിനു പിന്നാലെയാണ് തീരുമാനം. അതേസമയം ADGP MR അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് നേരത്തെ ആഭ്യന്തര സെക്രട്ടറി തള്ളിയിരുന്നു. ADGPക്കെതിരായ വീഴ്ചകൾ അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കും. പൂരം അട്ടിമറിയിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്റലിജൻസ് മേധാവിയും അന്വേഷണം നടത്തും. എന്നിങ്ങനെ 3 അന്വേഷണങ്ങളാണ് തൃശൂർ പൂരം കലക്കലിൽ നടപ്പാക്കുക. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വിവാദം ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. മലയാള സിനിമയിൽ സിനിമാ നയം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. മലയാള സിനിമയെ നന്നാക്കാൻ ഉറച്ച് സംസ്ഥാന സർക്കാർ. സിനിമാ നയം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആഭ്യന്തര പരിഹാര സെല്ലിൽ സർക്കാർ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റിയത് CPMന്റെ രാഷ്ട്രീയ തീരുമാനമാണെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. CPM നിലപാടുള്ള പാർട്ടിയാണ്. ആ നിലപാടിന്റെ ഭാഗമായാണ് മുകേഷിനെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും മാറ്റിയതെന്നും കൂടാതെ മുകേഷ് ആരോപണ വിധേയനായതിനാലാണ് മാറ്റിയതെന്നും സജി ചെറിയാൻ പറഞ്ഞു. അതേസമയം മുകേഷിനെ MLA ആയി തുടരുന്നതിൽ പ്രശ്നങ്ങളില്ലെന്നും പ്രതിപക്ഷത്തും ആരോപണ വിധേയരായ ജനപ്രതിനിധികൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഫോട്ടോ വെച്ച് വിവാദം ഒഴിവാക്കാൻ അധികൃതർ. സുരേഷ് ഗോപിയുടെ ഫോട്ടോ വയ്ക്കും, വിവാദം ഒഴിവാക്കാൻ അധികൃതർ. വടക്കാഞ്ചേരിയിൽ ഒക്ടോബർ 5 നടക്കുന്ന വടക്കാഞ്ചേരി കുന്നംകുളം താലൂക്കുകളുടെ പട്ടയമേളയോടനുബന്ധിച്ച് ഉയർത്തിയ കമാനങ്ങളിലും ബോർഡുകളിലുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഫോട്ടോ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, റവന്യൂ മന്ത്രി K രാജൻ, MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, K രാധാകൃഷ്ണൻ MP എന്നിവരുടെ പേരും ഫോട്ടോയും പരസ്യ ബോർഡുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. സംഭവം BJP പ്രവർത്തകരാണ് ആദ്യം ചൂണ്ടിക്കാട്ടിയത്. ഇതേ തുടർന്ന് BJP മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ റവന്യൂ വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ ഉൾപ്പെടുത്താൻ ധാരണയായി. നമസ്കാരം, ഞാൻ ഭാരതീയ ജനതാ പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് വടക്കാഞ്ചേരിയിലെ ഓൺലൈൻ ന്യൂസുകളിലും മറ്റു ചാനലുകളിലുമായിട്ട് ഞാനൊരു വിവരം അറിയാൻ കഴിഞ്ഞു. ഒക്ടോബർ 5 നടക്കുന്ന പട്ടയമേളയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഫോട്ടോ പരസ്യ ബോർഡുകളിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടുള്ള ഒരു ന്യൂസ് വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലെ തുടക്കം തന്നെ പറയട്ടെ, ഈ ഒരു പട്ടയമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഹസിൽദാർ നമ്മളോട് നിരന്തരം ബന്ധപ്പെടുകയും സുരേഷ് ഗോപിയുടെ പേര് അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം നമ്മളോട് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവർക്ക് ഒരു പരസ്യ ബോർഡുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ള ഒരു പാകപ്പിഴയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം ഒഴിവായത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മൾ തഹസിൽദാരുമായി ബന്ധപ്പെടുകയും അദ്ദേഹം ADM-ഉം കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ആ വന്നിട്ടുള്ള തെറ്റ് അത് തിരുത്താൻ തയ്യാറാവുകയും ഉടനെ തന്നെ പരസ്യ ബോർഡുകളും അതുപോലെ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രിയുടെ കൂടി ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുകയും നമ്മളെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതുപോലുള്ള ന്യൂസുകൾ ഇനി ഈ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഔദ്യോഗികമായിട്ട് മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ പ്രശ്നത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അത് നടത്തിപ്പുകാരായിട്ടുള്ള തഹസിൽദാരും ADM ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ പരസ്യ ബോർഡുകൾ മാറ്റി സ്ഥാപിക്കാനും കേന്ദ്രമന്ത്രിയുടെ ഫോട്ടോ സഹിതമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള കാര്യം നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഔദ്യോഗികമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ ഇനി പ്രചരിപ്പിക്കാതെ കൃത്യമായിട്ടുള്ള ഈ ഒരു സന്ദേശം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ജയിലുകളിൽ ജാതി വിവേചനം പാടില്ലെന്ന് സുപ്രീം കോടതി. ജയിലുകളിൽ ജാതി വിവേചനം പാടില്ലെന്ന് ഉത്തരവിട്ട് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെയാണ് ഉത്തരവ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ജയിൽ ചട്ടം 3 മാസത്തിനുള്ളിൽ പരിഷ്കരിക്കാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ ജയിലുകളിൽ ജാതി അധിഷ്ഠിതമായ വിവേചനം നടക്കുന്നുണ്ടെന്ന് കാണിച്ച് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് വിധി. തടവുകാരോട് ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നുവെന്നും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ നിശ്ചയിക്കുന്നത് ജാതി അടിസ്ഥാനത്തിലാണെന്നും ഹർജിയിൽ പറയുന്നു. എല്ലാ ജാതികളിലെയും തടവുകാരെ മനുഷ്യത്വപരമായും തുല്യമായും പരിഗണിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. ജാതി അടിസ്ഥാനത്തിൽ ജയിലുകളിൽ ഇത്തരം വിവേചനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന സർക്കാരുകളാകും ഉത്തരവാദിയാകുക. ജയിലുകളിലെ ശുചീകരണ അടക്കം ജോലികൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാകില്ലെന്നും കോടതി ഉത്തരവിട്ടു. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും സുപ്രീം കോടതി വിശദീകരണം തേടിയിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ നവീകരിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 500 കോടിയിലേറെ ചെലവഴിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കുന്നു. വിമാനത്താവളത്തെ വെല്ലുന്ന സൗകര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുക. പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചു ചേർത്ത യോഗത്തിൽ കളക്ടറും കമ്മീഷണറും മേയറും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ച റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം അംഗീകരിച്ചു. 3 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് PV അൻവർ MLA.
മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് PV അൻവർ MLA. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ വിവാദ അഭിമുഖത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണെന്ന് അൻവർ ആരോപിച്ചു. PR ഏജൻസിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്നതിൽ എനിക്ക് സംശയമില്ലെന്ന് അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാടകം കളിക്കുകയാണെന്ന് PV അൻവർ പറഞ്ഞു. അഭിമുഖം തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുവിനെതിരെ പരാതി കൊടുക്കുന്നില്ലെന്ന് അൻവർ ചോദിച്ചു. അഭിമുഖത്തിന്റെ റെക്കോർഡ് പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ജില്ലയെ അപരവൽക്കരിക്കാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം റിയാസിനോ വീണയ്ക്കോ നൽകണം. വിദ്യാഭ്യാസമുണ്ടല്ലോ, എങ്ങനെയെങ്കിലും പാർട്ടി ജയിപ്പിച്ചെടുക്കും. എങ്ങനെയെങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് അൻവർ പരിഹസിച്ചു. ADGPയെയും P ശശിയെയും മുഖ്യമന്ത്രിക്ക് പേടിയാണെന്ന് അൻവർ ആരോപിച്ചു. പാർട്ടി മുഖ്യമന്ത്രിയെ പേടിക്കുന്നത് എന്തിനാണെന്ന് അൻവർ ചോദിച്ചു. പാർട്ടിയിൽ PR വിഷയത്തിൽ 40 അഭിപ്രായം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. RSS ഏറ്റവും മഹത്തരമായ സംഘടനയാണ് എന്ന് പറഞ്ഞത് കേരള സ്പീക്കറാണ്. കണ്ണൂരിലെ ജനങ്ങൾ അതിന് മറുപടി നൽകണമെന്ന് അൻവർ പറഞ്ഞു. തന്റെ നിലമ്പൂരിലെ പൊതുയോഗത്തിലേക്ക് ഇരട്ടി ആളുകൾ വരുമായിരുന്നു. അവരെ തടയുകയായിരുന്നെന്ന് അൻവർ ആരോപിച്ചു. രാഷ്ട്രീയ പാർട്ടിയുടെ നയം മഞ്ചേരിയിൽ പറയുമെന്ന് അൻവർ വ്യക്തമാക്കി. ജനങ്ങളുമായി രാഷ്ട്രീയ നയം പങ്കുവയ്ക്കും. പുതിയ പാർട്ടിയെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റു പാർട്ടികളിലെ പല നേതാക്കളും ബന്ധപ്പെട്ടു. പാർട്ടിയുടെ പേര് ഞായറാഴ്ച പറയും. ഭാവിയിൽ കൂടെ നിൽക്കാമെന്ന് പല നേതാക്കളും പറഞ്ഞതായി അൻവർ പറഞ്ഞു. KT ജലീലിനെയും അൻവർ വിമർശിച്ചു. KT ജലീൽ മറ്റാരുടെ കാലിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് അത്രേ പറ്റൂ. കാര്യങ്ങൾ ധീരമായി ഏറ്റെടുക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഒരാളുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് അൻവർ വ്യക്തമാക്കി. ആളുകളുടെ മനസ്സ് തനിക്കൊപ്പമുണ്ട്. തന്നെ കാണാൻ വന്ന നിലമ്പൂർ ആയിഷയുടെ മനസ്സ് എവിടെയെന്നറിയാം. മാറ്റി പറയിപ്പിക്കാമല്ലോ എന്ന് അൻവർ പറഞ്ഞു. ദ ഹിന്ദു പത്രത്തിന് നൽകിയ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘപരിവാറിനെ സഹായിക്കാനാണെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല. ദ ഹിന്ദു പത്രത്തിന് നൽകിയ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘപരിവാറിനെ സഹായിക്കാനാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു. മലപ്പുറം പരാമർശം സംഘപരിവാർ വാദമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിക്കായി PRDയും സാമൂഹ്യ മാധ്യമ ടീമുമുണ്ട്. എന്നിട്ടും PR ഏജൻസിയിൽ വെച്ച് അഭിമുഖം നൽകുന്നുവെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഏജൻസിക്ക് ആരാണ് പണം കൊടുക്കുന്നതെന്നും PR ഏജൻസിയുമായുള്ള കരാർ എന്താണെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു. BJPക്കായി പ്രവർത്തിക്കുന്നവരാണ് PR ഏജൻസിയായ കെയ്സൺ. 21-ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് PR ഏജൻസി മൊഴിമാറ്റി ദേശീയ മാധ്യമത്തിന് നൽകിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വത്സൻ തില്ലങ്കേരിയുമായും ADGP കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരമെന്നും 4 മണിക്കൂർ സമയം ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് അഭിപ്രായ സർവേയിൽ പിന്തുണ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് അഭിപ്രായ സർവേയിൽ പിന്തുണ. 34 പേരുടെ പിന്തുണ ശോഭയ്ക്ക് ലഭിച്ചു. എന്നാൽ ഔദ്യോഗിക പക്ഷം ശോഭാ പക്ഷത്തെ അവഗണിക്കുന്നതായി പരാതിയുണ്ട്. കുമ്മനം രാജശേഖരനാണ് അഭിപ്രായ സർവേയുടെ ചുമതല. ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഔദ്യോഗിക നേതൃത്വം. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് എന്നിവരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നിർദ്ദേശിച്ചതായാണ് വിവരം. ശോഭാ സുരേന്ദ്രന്റെ പേര് ആരും നിർദ്ദേശിച്ചില്ലെന്ന് വരുത്തി തീർത്ത് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകാനാണ് നീക്കമെന്ന് ആക്ഷേപമുണ്ട്. ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ നേരിടുമെന്ന് ശോഭാ പക്ഷം മുന്നറിയിപ്പ് നൽകിയെന്നാണ് വിവരം. ഒരു ഇടവേള. ഓട്ടുപാറ ജനതയിൽ ഇപ്പോൾ എല്ലാം വിലക്കുറവിൽ. ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ 1499 രൂപയ്ക്ക് മിക്സി, 199 രൂപയ്ക്ക് അപ്പച്ചട്ടി, 1199 രൂപയ്ക്ക് ഇൻഡക്ഷൻ കുക്കർ, 1499 രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ, 899 രൂപയ്ക്ക് ഫാൻ. ഓട്ടുപാറ ജനതയിൽ പഴയ സ്റ്റീൽ, അലുമിനിയം, ഓട്, ചെമ്പ് പാത്രങ്ങൾ എന്നിവ മാറ്റിയെടുക്കാം. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഓട്ടുപാറ. ഫോൺ 9526267779. തിരികെ വാർത്തകളിലേക്ക്. നടിയും BJP MPയുമായ കങ്കണ റണൌട്ട് വീണ്ടും വിവാദത്തിൽ. നടിയും BJP MPയുമായ കങ്കണ റണൌട്ട് വീണ്ടും വിവാദത്തിൽ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിന് പിന്നാലെ നടിക്കെതിരെ വിമർശനം. ഗാന്ധി ജയന്തി ദിനത്തിൽ കങ്കണ നടത്തിയ പരാമർശമാണ് വിവാദമായത്. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് അദ്ദേഹത്തിന്റെ 120ാം ജന്മവാർഷികത്തിൽ ആദരമർപ്പിച്ചുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റിലായിരുന്നു ഗാന്ധിയെ ഇകഴ്ത്തിയുള്ള പരാമർശം. രാഷ്ട്രത്തിന് പിതാക്കളില്ല, പുത്രന്മാർ മാത്രമേയുള്ളൂ. ഭാരതമാതാവിന്റെ ഈ പുത്രന്മാർ എത്ര ഭാഗ്യവാന്മാർ എന്നായിരുന്നു കങ്കണയുടെ പോസ്റ്റ്.
തുടർന്നുള്ള പോസ്റ്റിൽ രാജ്യത്ത് ശുചിത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിയുടെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ കങ്കണ അതിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യലിന് തിടുക്കം വേണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ഉടൻ ചോദ്യം ചെയ്തേക്കില്ല. ചോദ്യം ചെയ്യലിന് തിടുക്കം വേണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിശദമായ നിയമോപദേശം തേടാനാണ് തീരുമാനം. ഇപ്പോൾ ചോദ്യം ചെയ്താൽ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ സിദ്ദിഖിന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്താൽ മതിയെന്നാണ് തീരുമാനം. ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിൽ നിന്ന് പുറത്തുവന്ന് നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുമെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഹർജി പരിഗണിക്കവേ സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതി നടത്തിയ വിമർശനങ്ങളാണ് സിദ്ദിഖിന് ആത്മവിശ്വാസം. ഇതോടെയാണ് 8 വർഷം പരാതി നൽകാൻ വൈകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതിക്കാരിക്കെതിരെ നീങ്ങാനുള്ള തീരുമാനം. പരാതിയിൽ പറയുന്ന ആരോപണങ്ങളിൽ സിദ്ദിഖിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ പരാതിക്കാരിക്കെതിരായ തെളിവുകൾ ശേഖരിക്കുക സിദ്ദിഖിന് വെല്ലുവിളിയാകും. ജാമ്യാപേക്ഷയിലെ അന്തിമ വിധിയിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖും അഭിഭാഷകരും. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഒരു കാര്യം പറയുമ്പോൾ പറയുന്ന കാര്യത്തിന് ആധികാരികത വേണം. നേരിട്ട് പറഞ്ഞ കാര്യത്തെപ്പറ്റി ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റവും നട്ടില്ലുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി എന്നും സുധാകരൻ ആരോപിച്ചു. ഇത്ര ആത്മാർത്ഥതയില്ലാത്ത, സത്യസന്ധതയില്ലാത്ത മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടുണ്ടാകില്ല. മുൻപ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EMS, അച്യുതമേനോൻ, അച്യുതാനന്ദൻ എന്നിവരെ പറ്റിയൊന്നും ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല. പിണറായി വിജയനെ പറയുന്നത് അദ്ദേഹം എന്തോ ഒരു ഭീകരജീവിയായിട്ടല്ല, കോടികൾ ഉണ്ടാക്കുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും സുധാകരൻ പറഞ്ഞു. ശശിയെ കണ്ണൂരുകാർക്കറിയാം. 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിനാണ് ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ്. പിണറായി വിജയന്റെ BJP ബന്ധം പുത്തരിയല്ലെന്നും 77-ൽ കൂത്തുപറമ്പിൽ BJP പിന്തുണയോടെ മത്സരിച്ച ആളാണ് പിണറായി എന്നും സുധാകരൻ ആരോപിച്ചു. പുനരധിവാസത്തിന് മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കും മുഖ്യമന്ത്രി. വയനാട് ദുരന്തത്തിൽ മുഴുവൻ കുടുംബത്തെയും നഷ്ടപ്പെട്ട ശ്രുതിയുടെ അവസ്ഥ ദാരുണമാണെന്ന് മുഖ്യമന്ത്രി. ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും കാര്യമായ സഹായം ലഭിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫലപ്രദമായ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷത്തെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ കേന്ദ്രവിഹിതം കൂടാതെ 219 കോടി 20 ലക്ഷം രൂപ അടിയന്തര സഹായമായി അഭ്യർത്ഥിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ കേന്ദ്രവിഹിതമായ 291 കോടി 20 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു 145.6 കോടി അനുവദിച്ചിട്ടുണ്ട്. രണ്ടാം ഗഡുവായ 145 കോടി 60 ലക്ഷം രൂപ അഡ്വാൻസായി ഇപ്പോൾ അനുവദിച്ചു. ഇത് സാധാരണ നടപടിക്രമമാണ്. ദുരന്തത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന പ്രത്യേക സഹായമല്ല. സഹായം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലും വാഗ്ദാനം ലഭിച്ചു. പക്ഷേ കാര്യമായ സഹായം ലഭിച്ചില്ല. മുഖ്യമന്ത്രി വിശദമാക്കി. അർഹമായ സഹായം വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മാതാപിതാക്കൾ 2 പേരും നഷ്ടപ്പെട്ട 6 കുട്ടികളുണ്ട്. ഇവർക്ക് ഒരു കുട്ടിക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട 8 കുട്ടികളുണ്ട്. ഇതിൽ ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ എന്ന നിലയിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് 2 സ്ഥലങ്ങളാണ്. 1 മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ്, 2 കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റ്. ഈ 2ലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിന്റെ നിയമവശം പരിശോധിക്കുമെന്നും ആദ്യഘട്ടത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ ജോലി നൽകുമെന്ന മന്ത്രിസഭാ തീരുമാനത്തിൽ സന്തോഷമെന്ന് ശ്രുതി. സർക്കാർ ജോലി നൽകുമെന്ന മന്ത്രിസഭാ തീരുമാനത്തിൽ സന്തോഷമെന്ന് ശ്രുതി. ഇത് കാണാൻ ജെൻസൺ ഇല്ലാത്തതിന്റെ വേദന മാത്രമാണുള്ളതെന്ന് ശ്രുതി പ്രതികരിച്ചു. വാർത്തയിലൂടെയാണ് ജോലി വിവരം അറിഞ്ഞതെന്നും വയനാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് ആഗ്രഹമെന്നും ശ്രുതി പറഞ്ഞു. സന്തോഷമുണ്ട് ജോലി കിട്ടിയതിൽ. ഇനി മുന്നോട്ട് ജീവിതാവസാനം വരെ ഒരു ഇതായല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇത് കാണാൻ എൻ്റെ ഇച്ഛയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് എനിക്ക്. എല്ലാവർക്കും സന്തോഷമായി, ഫാമിലിയിൽ റിലേറ്റീവ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. എനിക്കിങ്ങനെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ വയനാട് തന്നെയാണ് നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ചും കൂടെ ചെയ്യുമെന്ന് വിചാരിക്കുന്നവർ. വയനാട് ദുരന്തത്തിൽ മുഴുവൻ കുടുംബത്തെയും നഷ്ടപ്പെട്ട ശ്രുതിയുടെ അവസ്ഥ ദാരുണമാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു.
സൗഹൃദം സെന്റർ വിവിധ പരിപാടികളോടെ ഗാന്ധി ജയന്തി അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. സൗഹൃദം സെന്റർ വിവിധ പരിപാടികളോടെ ഗാന്ധി ജയന്തി അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ഉദ്ഘാടനം ചെയ്തു. 1.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം മങ്ങലേൽക്കാത്ത വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. കൃത്യമായി ഭാരതീയനെ അടയാളപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് ഗാന്ധിജി. പ്രത്യക്ഷമായി ആയുധമൊന്നുമില്ലാത്ത ഒരു വ്യക്തി. ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് ഗാന്ധിജിയുടെ മഹത്വം. ഗാന്ധിയെ മറികടന്നുകൊണ്ട് നമ്മൾ അധികം പോയിട്ടില്ല, പോകാൻ കഴിയില്ല, ലോകത്തിന് തന്നെ കഴിയില്ല. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ ഒക്ടോബർ മാസത്തിൽ 2-ാം തീയതി ടാഗോറിന്റെ സ്ഥലത്തായി. അതിനു മുമ്പത്തെ കൊല്ലം ഗുജറാത്തിലായിരുന്നു. ഗാന്ധി ജനിച്ച സ്ഥലവും അദ്ദേഹം പ്രവർത്തിച്ച സ്ഥലവും ഒക്കെ അത് ഉൾപ്പെടുന്ന ഗുജറാത്തിൽ 10 ദിവസത്തെ ഡയറക്ടർ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സമാനതകളില്ലാത്ത മഹാനായിരുന്നു ഗാന്ധിജി. എല്ലാ വിഷയങ്ങളിലും ഗാന്ധിജിക്ക് സമഗ്രമായ വീക്ഷണമുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യവും മാംസവുമാണ് അക്രമത്തിനും അനീതിക്കും വഴിവെക്കുന്നതെന്ന ഗാന്ധിജിയുടെ വീക്ഷണം ശാസ്ത്രീയമായ വസ്തുതയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അത് സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. ഗാന്ധിജിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരണമുണ്ടായി. എല്ലാത്തിനും പരിഹാര മാർഗങ്ങൾ ഗാന്ധിജി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കും, പറയുകയുമാണ്. അതാണ് ഗാന്ധിജിയുടെ പ്രത്യേകത. ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് ഗാന്ധിജി പറഞ്ഞു, ശാസ്ത്രത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞു, വ്യവസായത്തെ സംബന്ധിച്ച് ഗാന്ധിജി പറഞ്ഞു, രാജഭരണത്തെ സംബന്ധിച്ച് ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ച് ഗാന്ധിജി സമഗ്രമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു ഭരണകർത്താവ് എന്നതിനെ സംബന്ധിച്ച്. ഇങ്ങനെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഗാന്ധിജിക്ക് വ്യക്തമായ കാഴ്ചപ്പാട്. ഇങ്ങനെ എല്ലാ സമഗ്രമായിട്ടുള്ള ഒരു വീക്ഷണം ഗാന്ധിജിക്കല്ലാതെ മറ്റ് ഒരു മഹാനും നമ്മുടെ ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സൗഹൃദം സെന്റർ ഗാന്ധി ജയന്തിക്ക് നൽകുന്ന ഗാന്ധി മിത്രം അവാർഡ് പ്രശസ്ത ഗാന്ധി ചിന്തകനും റിട്ടയർഡ് അധ്യാപകനുമായ MS ഗോവിന്ദൻകുട്ടിക്ക് അദ്ദേഹം സമ്മാനിച്ചു. ഗാന്ധിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ MS ഗോവിന്ദൻകുട്ടി പ്രഭാഷണം ചെയ്തു. കുറ്റിപ്പുഴ രവി, ഉഷ രാമചന്ദ്രൻ, MS ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് TS മായാദാസ്, അബ്രഹാം കൂള, KR രാജു, മാസ്റ്റർ ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ പ്രസംഗിച്ചു. പ്രശസ്ത ഗാന്ധിയൻ M പീതാംബരൻ മാസ്റ്റർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ ഉണ്ണികൃഷ്ണൻ പുലരി, PG പുതിരുത്തി, ഉണ്ണികൃഷ്ണൻ വിരിപ്പാക്ക, V സുരേഷ് കുമാർ, ഇരിങ്ങാലക്കുട ബാബുരാജ്, SN പുരം വാമദേവൻ, ബാലഗോപാൽ ചാണയിൽ, ശ്രീലത, ഗീതു വാഴാനി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് ബാബുരാജ് ഇരിങ്ങാലക്കുടയ്ക്ക് ജനറൽ സെക്രട്ടറി അംഗത്വം നൽകി. ദേവകി ചെമ്പുകാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ TN നമ്പീശൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ KH സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ദേശീയപാതയിൽ മതിലകം സെന്ററിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ മതിലകം സെന്ററിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. തെക്കോട്ട് പോയിരുന്ന ലോറിയുടെ ഡ്രൈവർ മഹാരാഷ്ട്ര സ്വദേശി ജനാർദ്ദനൻ 41 വയസ്സ്, രണ്ടാമത്തെ ലോറിയിലുണ്ടായിരുന്ന അഷ്റഫ് 43 വയസ്സ്, ശരൺ 22 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മിറക്കിൾ ആഡ്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മതിലകം പോലീസ് സ്റ്റേഷന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം. 2 ലോറികളുടെയും മുൻഭാഗം തകർന്നിട്ടുണ്ട്. ധന്വന്തിരി ഭഗവാനെ ഊട്ടുപുര സമർപ്പിച്ചതിന്റെ ധന്യതയിൽ പാചക വിദ്വാൻ പള്ളിമണ്ണ ഗണേഷ് സ്വാമി. രാജശേഖരൻ കടമ്പാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭഗവാന്റെ ഊട്ടുപുര നവീകരിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് വിനായക കാറ്ററിംഗ് ഉടമ പള്ളിമണ്ണ ഗണേഷ് സ്വാമി. കഴിഞ്ഞ 30 വർഷമായി നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലെ പാചകക്കാരനാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത പള്ളിമണ്ണ പുത്തൻമഠത്തിലെ സൂര്യനാരായണ സ്വാമിയുടെ മകൻ ഗണേഷ് സ്വാമി. ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെയും ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളയുടെയും ജീർണാവസ്ഥ ദേവസ്വം ഓഫീസറായ PB ബിജു ഗണേഷ് സ്വാമിയെ ധരിപ്പിക്കുകയായിരുന്നു. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഊട്ടുപുര നവീകരണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചിലവിട്ട് 45 ദിവസം കൊണ്ട് ഊട്ടുപുരയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഭഗവാന്
സമർപ്പിക്കുകയും ചെയ്തു. ഏകദേശം 30 വർഷത്തോളമായി നെല്ലോയ അമ്പലത്തിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. അന്ന് മുതലേക്ക് അന്ന് വെറും 40 രൂപ ഒരു ഉദയാസമനത്തിന് കൂലിയായിട്ട് ലഭിച്ചിരുന്നു. അവിടുന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അന്ന് വെറും ഉദയാസമന പൂജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെയിലി അന്നദാനമൊന്നുമില്ല. ഡെയിലി അന്നദാനം ഒരു 2 വർഷമായി ഡെയിലി അന്നദാനം ആരംഭിച്ച്. കഴിഞ്ഞ വർഷം തന്നെ ഇതിലെ ഓഫീസറോട് സൂചിപ്പിച്ചാണ് അടുക്കള വളരെ ജീർണാവസ്ഥയിലാണ് ഇരിക്കുന്നത്. മുകളിൽ കഴുക്കോല് പോയി വളരെ നിലമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ചെളി ആകെ മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം അവിടെ പൈപ്പിൽ നിന്ന് പൊട്ടി എല്ലൊക്കെ ചെളി മയമായിരുന്നു. അന്ന് തന്നെ ഓഫീസ് ഏകാദശിക്ക് ആകെ ചെളി മയമായിരുന്നു. ആൾക്കാരാണെങ്കിൽ ഒന്ന് അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞപ്പോൾ ഓഫീസർ നമുക്ക് നോക്കാം ശരിയാക്കാം എന്നുള്ളൊരു പറഞ്ഞിട്ടായിരുന്നു. അടുത്ത ഏകാദശിക്ക് മുമ്പ് ശരിയാക്കണമെന്ന് പറഞ്ഞൊരു ഓഫീസറുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു. ഓഫീസർ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം കർക്കിടകത്തിലെ മഹാഗണപതി ഹോമത്തിൻ്റെ അന്നാണ് ഓഫീസറുടെ അടുത്ത് ഒന്നുകൂടി സൂചിപ്പിച്ചത്. അപ്പോൾ ആ ഓഫീസർ പറഞ്ഞ് സ്വാമി ഒന്ന് ഉത്സാഹിച്ച് നോക്കൂ, പറ്റുവെച്ചെങ്കിൽ നമുക്ക് ചെയ്യാം, സാങ്ഷനൊക്കെ ഞാൻ പെട്ടെന്ന് വാങ്ങിത്തരാം എന്ന് പറയുകയും ഞാൻ നോക്കട്ടെ പറഞ്ഞു വരുന്ന ഇവിടെ തൃശ്ശൂരിലെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഒക്കെ അവരുടെ അടുത്തൊക്കെ ഈ കൂടി ആലോചിച്ചപ്പോൾ നമുക്ക് നോക്കാമെന്നും ഈ ഷാജി വന്ന കോൺട്രാക്റ്റുകാരൻ ഓൾറെഡി ഞങ്ങളുടെ തിരുവമ്പാടി മഹാഗണപതി ക്ഷേത്രത്തിൽ പാർവതി ശങ്കര കല്യാണ മണ്ഡപം AC ഹോളായി പുതുക്കി പണിത് ഏപ്രിലിൽ അതിൻ്റെ സമർപ്പണ ചടങ്ങ് നടക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ കയ്യിലുള്ള ആളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നോക്കുകയും അയാൾ അതിൻ്റെ എക്സ്റ്റിമേറ്റ് പറഞ്ഞ് ചെയ്യാം, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം, അയാളും അതിലൊരു പങ്കാളിയാവാമെന്ന് പറഞ്ഞിട്ടൊരു ഇത് ആരംഭിക്കാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ ഇതായി. പിറ്റേ ദിവസം വീണ്ടും അയാളെ കൊണ്ട് കാണിച്ച് അമ്പലനടയിൽ വെച്ച് തന്നെ അയാൾക്കൊരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കുകയും പിറ്റേ ദിവസം മുതൽ പണി ആരംഭിക്കുകയും ഏകദേശം ഒരു 38 ദിവസത്തോളം ഉള്ളിൽ പണി അവസാനിപ്പിച്ച് തരികയും ഈ നിലയ്ക്കുള്ള ഒരു അവസാനിപ്പിച്ച് തരികയുണ്ടായി. എല്ലാം ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹം കാരണം പെട്ടെന്നെല്ലാം സംഭവിച്ചു. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ളൊരു തോന്നൽ ഇന്നലത്തെ ആ സമർപ്പണ ചടങ്ങിലാണ് എനിക്ക് മനസ്സിന് വളരെയധികം. നമ്മൾ എന്തെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായാലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ളൊരു മനസ്സംതൃപ്തി വന്ന് ഇന്നലത്തെ സമർപ്പണത്തിലാണ്. അതൊന്നും വിചാരിച്ചിട്ടല്ല തുടങ്ങിയിരിക്കുന്നത്. നമ്മളൊന്ന് നല്ല ഇപ്പോൾ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒരുവിധം അമ്പലങ്ങളൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓരോ ദിക്കിൽ കാണുമ്പോൾ നമ്മളുടെ ഇവിടെ എന്താ ഇങ്ങനെ ആവാൻ കാരണം, അപ്പോൾ എല്ലാം ദേവസ്വം ബോർഡ് പറയുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിസമ്മതം കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നമ്മൾ തരണം ചെയ്ത് ദേവസ്വം ഇപ്പോഴത്തെ ഓഫീസർ വളരെ നല്ല ഈ ഓഫീസറാണ് ഈ അമ്പലം ധന്വന്തരമൂർത്തി ഉള്ള അമ്പലം എത്ര അധികം പ്രസിദ്ധിയായ കാരണം ഈ ഓഫീസറാണ്, ബിജു ഓഫീസറാണ്. അത് യാതൊരു സംശയവുമില്ല. അദ്ദേഹം 15 വർഷത്തോളം എൻ്റെ അറിവിൽ 14 കഴിഞ്ഞ ദ്രവ്യാവർത്തി കലശത്തിന് മുമ്പാണ് അദ്ദേഹം ജോയിൻ ചെയ്ത്. അവിടുന്ന് മുതൽക്കേ അയാൾ ഇതിൽ പ്രവർത്തിച്ചതാണ്. അതിൽ മാറിയ ഒരു ഓഫീസർ വന്നു. അത് ഓഫീസർ വരണമല്ല, ഇത് ചെയ്യാനൊരു മനസ്സംതൃപ്തി. ഒരു ഭക്തനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് സംസാരിച്ച് അതിലാണ് ഏറ്റവും വലിയ കഴിവ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് ഇദ്ദേഹത്തോട് പറഞ്ഞാൽ തീരാത്തൊരു നന്ദി. ഇങ്ങനത്തെ ഓഫീസർമാർ ഇനിയും ഇവിടെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതായത് ബിജു ഓഫീസർ ഈ അമ്പലം ഇത്രയധികം എന്നും ഒരു ഡെയിലി ഒരു 50 പേരെങ്കിലും വെളിനാട്ടിൽ നിന്ന് വന്ന് ധന്വന്തരമൂർത്തിയെ തൊഴുത് പോണ ദിവസങ്ങളില്ല. വ്യാഴാഴ്ച ഞായറാഴ്ചയും ഭയങ്കര തിരക്കായിരിക്കും. പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കർക്കിടകത്തിലെ ഈ ശങ്കര TV
മറ്റേ ഇത് ധന്വന്തരി യാഗം കഴിഞ്ഞോട് കൂടിയിട്ട് ഒന്നുകൂടിയും പ്രസിദ്ധി. അപ്പോൾ ദിവസവും ധന്വന്തര മൂർത്തിയുടെ അവിടെ ധന്വന്തരി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നപ്പോൾ തേവർക്ക് കൂടുതൽ ശക്തി ചൈതന്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മഹാപുണ്യം അദ്ദേഹത്തിനും കൂടുതൽ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തതാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ. ഒരു സാങ്ഷന് ഒരു ബുദ്ധിമുട്ടും, മറ്റേത് നമ്മൾ ദേവസ്വം ബോർഡിലെ പേപ്പർ കൊടുത്ത് സാങ്ഷൻ വാങ്ങി ഒരു പണി, ഇത് ഒന്നും അറിഞ്ഞിട്ടില്ല. വെറുതെ ഒരു ലെറ്റർ പാഡിൽ ഒരു സൈൻ ഇട്ട് കൊടുത്ത് വേറെ ഒന്നും പിറ്റേ ദിവസം പണി ആരംഭിക്കുക ചെയ്തിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരു കഴിവ് കാരണം തന്നെയാണ്. അത് അദ്ദേഹത്തിന് 100,000 നന്ദി രേഖപ്പെടുത്തുന്നു. ഊട്ടുപുര സമർപ്പണ ചടങ്ങിനെത്തിയ കല്യാൺ സിൽക്സ് ഉടമ പട്ടാഭിരാമൻ തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: വലിയ പണക്കാരനൊന്നുമല്ല ഗണേശ് സ്വാമി. ചൂട്ടത്തു നിന്ന് കഷ്ടപ്പെട്ട് ഉരുക്കൂട്ടിയ പണമാണ് അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചത്. തോന്നൽ പറഞ്ഞാൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ഐശ്വര്യമായിട്ട് തന്നെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണെന്ന് കണ്ടുവരുന്നത്. ദേവസ്വം മെമ്പർ പറഞ്ഞ മാതിരി തന്നെ ശുചിമുറികളായ മറ്റു കാര്യങ്ങളെല്ലാമായി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് ഒരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വരിക എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. അതേമാതിരി തന്നെയാണ് ഈ ഊട്ടുപുരയും വലിയ രീതിയിലേക്ക് ചെയ്യാൻ സാധിച്ചു. ദയവായി ധന്വന്തരിമൂർത്തിയുടെ കൃപാകടാക്ഷങ്ങൾ. അതുകൊണ്ടായിരിക്കും ഭഗവാൻ ഈ ഗണേശയ്യരെ കൊണ്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ട് വരുത്തിച്ചത്. അപ്പോൾ ഗണേശയ്യര് നിർബന്ധമായിട്ട് അദ്ദേഹം ഇത് ഇങ്ങനെ ഒരു ഊട്ടുപുര നമ്മൾ ശരിയാക്കി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നി. അത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹം NRIയോ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരൊന്നല്ല. ഈ കൂട്ടത്തിൽ നിന്ന് ഈ ചെറിയ പരിപാടി നടത്തി ഇപ്പോൾ കുറച്ച് വലിയ രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. സംഘത്തിന് പറ്റിയ ഒരു വേദിയല്ല അത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ എനിക്കിങ്ങനൊരു അവസരം ഗണേശയ്യർ മുഖാന്തരം ഭഗവാൻ എന്നെ ക്ഷണിച്ചതിലുള്ള ഒരു വലിയൊരു സമർപ്പണമായി മാത്രം ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായും ഈ ക്ഷേത്രവുമായും പല രീതിയിലും ബന്ധപ്പെടാറുണ്ട്. ഇവരെ മാനേജർമാരൊക്കെ വരുന്ന കാലഘട്ടത്തിൽ. എന്നാൽ ഇത് വളരെ നല്ല രീതിയിൽ നടത്തി. അത് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് അതാണ്. അവർക്ക് പണം കൂടിയിട്ടോ അധികമായിട്ട് ചെയ്തിട്ടതല്ല, ഭക്തി കൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ശ്രീ കണ്ണൻ. 40 വർഷത്തോളമായി ഇവിടെ ആണ് നൈവേദ്യത്തിനും പ്രസാദൂട്ടിനൊക്കെ അദ്ദേഹം വരണേ. വിശേഷ ദിവസങ്ങളിൽ ശ്രീ ഗണേശനും വരാറുണ്ട്. പല പരിപാടികളും വീട്ടിലത്തെ ഏതെങ്കിലും പരിപാടിക്ക് എന്തുണ്ടെങ്കിലും ആൾ ക്യാൻസൽ ചെയ്തിട്ട് വരും. ഒരു ധന്വന്തരി മൂർത്തിയുടെ അവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പറയും എന്നെ ഒഴിവാക്കണമെന്ന് പറയും. അത്രയും വലിയൊരു ഭക്തരാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്ന ഈ അവസരത്തിന് ഒന്നുകൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചടങ്ങിൽ ഗണേശ് സ്വാമിയെ ആദരിക്കുകയും ചെയ്തു. പിതാവ് സൂര്യനാരായണ സ്വാമി 12ാം വയസ്സിലാണ് ഗണേശ് സ്വാമിയെ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ തീ പൂട്ടാൻ പഠിപ്പിച്ചത്. അന്ന് ഉദയാസ്തമന പൂജയ്ക്ക് നിവേദ്യമുണ്ടാക്കിയാണ് തുടക്കം. പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരുന്നില്ല. പിന്നീട് അന്നദാനം ആരംഭിച്ചു. പിതാവിന്റെ പാത പിന്തുടർന്ന ഗണേശ് സ്വാമിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 44ാം വയസ്സിൽ ഇതിനകം ആയിരക്കണക്കിന് ആളുകൾക്ക് ഗണേശ് സ്വാമി വെച്ചു വിളമ്പി. പാണ്ടിക്കാട്ട് തച്ചനാട്ടുകാവ് ദേവീ സന്നിധിയിൽ നടക്കുന്ന ഭാഗവത സത്രവേദിയിലെത്തുന്ന ആയിരങ്ങൾക്ക് അന്നം മൂട്ടുന്നത് ഗണേശ് സ്വാമിയാണ്. തിരുവമ്പാടി മഹാഗണപതി ക്ഷേത്രം, പുഷ്പകഗിരി ശ്രീരാമക്ഷേത്രം, ഉത്രാളിക്കാവ് പൂരം, ചേലക്കര അന്തിമഹാകാളൻ വേല തുടങ്ങിയിടങ്ങളിലെല്ലാം ഇതിനകം സദ്യയൊരുക്കാൻ ഗണേശ് സ്വാമിക്ക് അവസരം ലഭിച്ചു. സ്വന്തമായി ഭക്ഷണം വെച്ചു കഴിക്കാൻ കഴിയാത്തവർക്ക് ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന വലിയ ചുമതലയും ഗണേശ് സ്വാമി ഏറ്റെടുത്തിട്ടുണ്ട്. പാചകത്തിൽ പിതാവിൽ നിന്ന് നേടിയ കൈപുണ്യമാണ് ഗണേശ് സ്വാമിയുടെ കൈമുതൽ. പ്രധാന വാർത്തകൾ. ദ ഹിന്ദുവിൽ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വ്യക്തത വരുത്തി മുഖ്യമന്ത്രി. പൂരത്തിൽ പ്രത്യേക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി. അലങ്കോലപ്പെടുത്തൽ വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തത് മുഖ്യമന്ത്രി. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം.
മലയാള സിനിമയിൽ സിനിമാ നയം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സുരേഷ് ഗോപിയുടെ ഫോട്ടോ വെച്ച് വിവാദം ഒഴിവാക്കാൻ അധികൃതർ. ജയിലുകളിൽ ജാതി വിവേചനം പാടില്ലെന്ന് സുപ്രീം കോടതി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ നവീകരിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.